നിർഭാഗ്യവശാൽ നമ്മളെ ആകെ ഞെട്ടിച്ച വാർത്ത ഇന്നലെ എത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ അവിടെ UPS നിന്ന് പുക ഉയരുകയും അവിടെ തീപിടുത്തം ഉണ്ടാവുകയും പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മളെ തേടിയെത്തിയത്. ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മരിച്ച 5 പേരിൽ 4 പേർ മരിച്ചത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇനി പ്രധാനമായിട്ടും തേടേണ്ടത്. VS രഞ്ജിത്ത് അവിടെയുണ്ട്. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. VS രഞ്ജിത്ത്, രാവിലെ മോർച്ചയുടെ മുമ്പിൽ നിൽക്കുന്നത് അത്ര സുഖകരമായ കാര്യമല്ല, പക്ഷേ എങ്കിലും നമുക്ക് ഈ വാർത്ത പ്രേക്ഷകർക്ക് നൽകേണ്ടതുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് പ്രേക്ഷകരോട് പറയാൻ കഴിയുന്നത് എന്താണ്? നമുക്ക് ഊഹാപോഹങ്ങൾ വേണ്ട. അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം, ഈ പുക ശ്വസിച്ചാണോ ഈ 5 പേരിൽ 4 പേർ മരിച്ചിരിക്കുന്നത്? എന്താണ് ഇതിലെ വസ്തുത? ഡോക്ടർ അരുൺ, ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ 5 മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾ ഇവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ അവരോട് ചോദിക്കാമെന്ന് കരുതിയാണ് മോർച്ചറിക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നലെ ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ടൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ടി സിദ്ദിഖിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവിശ്വസനീയമാണ് എന്നും തൻ്റെ മണ്ഡലത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തിയ നസീറ എന്ന് പറയുന്ന യുവതി ഈ ചികിത്സ നടക്കുന്നതിനിടയിൽ ഈ സംഭവം ഉണ്ടായപ്പോഴാണ് മരിച്ചിട്ടുള്ളത്, അതായത് ഈ സംഭവത്തിനിടയിലാണ് മരിച്ചിട്ടുള്ളത് എന്നൊരു ആരോപണം ടി സിദ്ദിഖ് MLA ഉന്നയിക്കുന്നു. അതിനെ തുടർന്നാണ് ഒരേ സമയം തന്നെ ഈ പുക ഉയരുന്ന സമയത്ത് മോർച്ചറിയിലേക്ക് മാറ്റിയ 5 മൃതദേഹങ്ങൾ അവരെ കേന്ദ്രീകരിച്ച് ആരോപണം ഉയരുന്നു. ഒരേ സമയത്ത് എങ്ങനെയാണ് ഈ പുക ഉയരുന്ന അതേ സമയം തന്നെ ഇവരെ മോർച്ചറിയിലേക്ക് മാറ്റിയത്, അതേസമയം എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൽ ഗംഗ എന്ന് പറയുന്ന യുവതി, അവർ മരണപ്പെടുന്നത് ആത്മഹത്യക്ക് ശ്രമിച്ചാണ് അവരിവിടെ എത്തുന്നത്. സ്വാഭാവികമായിട്ടും ആ മരണം എങ്ങനെ സംഭവിച്ചു, അത് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനമായിട്ടുണ്ട്. അതുപോലെ നേരത്തെ ടി സിദ്ദിഖ് MLA ആരോപണം ഉന്നയിച്ച നസീറയുടെ മൃതദേഹവും പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനമായിട്ടുണ്ട്. മറ്റ് 3 മൃതദേഹങ്ങൾ, അതായത് ഗോപാലൻ, സുരേന്ദ്രൻ തുടങ്ങി മറ്റ് 3 മൃതദേഹങ്ങളുണ്ട്. അവ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ടോ, അത്തരത്തിൽ ബന്ധുക്കൾക്ക് പരാതി ഉണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രമായിരിക്കും അത് പോസ്റ്റ്മോർട്ടം നടത്തുക. ആ 3 മൃതദേഹങ്ങളുടെ കാര്യത്തിൽ അല്പസമയത്തിനകം തീരുമാനമെടുക്കും. ഈ പോസ്റ്റ്മോർട്ടം നടത്തുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ എന്താണ് മരണകാരണമെന്ന് വ്യക്തമാവുകയുള്ളൂ. നേരത്തെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടർന്നിരുന്ന രോഗികളാണ് മരണപ്പെട്ടതെന്നും ഈ പുക ഉയർന്നതിനെ തുടർന്നല്ല അവരുടെ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നിലവിൽ നൽകുന്ന വിശദീകരണം. അതുതന്നെയാണ് ആരോഗ്യമന്ത്രിയും നേരത്തെ തന്നെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ആ കാര്യത്തിൽ സ്ഥിരീകരണം വരണമെങ്കിൽ മെഡിക്കൽ ബോർഡ് യോഗം ചേരേണ്ടതുണ്ട്. ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. 2 പരിശോധനകളാണ് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുക. ഒന്ന്, സാങ്കേതിക പിഴവിന് എന്ത് സംഭവിച്ചു, ഈ വൈദ്യുതി നിലച്ചതും വൈദ്യുതി നിലച്ചതിനെ തുടർന്ന് CPU റൂമിൽ നിന്ന് പൊട്ടിത്തെറി ഉണ്ടാവുകയും പുക ഉയരുകയും ചെയ്തു. ഈ പുക ഉയരുന്നതിന് മുൻപ് 3 തവണ ഈ ICU കാഷ്വാലിറ്റി ഭാഗത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുമായി ഇതിനെന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, ആ UPS റൂമിൽ പൊട്ടിത്തെറി ഉണ്ടാവാൻ എന്താണ് കാരണം, തുടങ്ങിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് സാങ്കേതികമായ ഒരു സംഘം ഇവിടെ അന്വേഷണം നടത്തുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് പുറത്തു വരാനുണ്ട്. അതുപോലെ തന്നെ ഒരേ സമയം മാറ്റപ്പെട്ട 5 മൃതദേഹങ്ങൾ അവർ മരിച്ചതിൻ്റെ കാരണം എന്താണ്, ഈ കാര്യങ്ങളാണ് ഇന്ന് അറിയാനുള്ളത്. 2 കാര്യത്തിലും ഇന്ന് പരിശോധനകളുണ്ട്. ഒപ്പം നമുക്ക് ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കകളോ പരാതികളോ ഉണ്ടോ എന്നുകൂടി പരിശോധിക്കാവുന്നതാണ്. VS രഞ്ജിത്ത്, ഇതിലിപ്പോൾ 2 പേരുടെ കാര്യത്തിലാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് അവരുടെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, നമ്മൾ ആ ബിൽഡിംഗ് ഒന്ന് കാണിച്ചാൽ നന്നായിരിക്കും. അഭിലാഷിൻ്റെ ടീം അവിടെയുണ്ട്. ആ ബിൽഡിംഗ് പ്രൈം മിനിസ്റ്റർ PMSY പ്രോജക്റ്റ് പ്രകാരം നടപ്പിലാക്കിയ ഒരു ബിൽഡിംഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1-1.5 വർഷമേ ആയിട്ടുള്ളൂ. പുതിയ ബ്ലോക്ക് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി വന്നിട്ട് നമ്മൾ തന്നെ ആ വാർത്ത കൊടുത്തിരുന്നതുമാണ്. അത്യാധുനിക സംവിധാനങ്ങളിലൂടെ വന്നേക്കുന്നൊരു ബ്ലോക്കിൽ UPS നിന്ന് പുകയുരുകയും തീപിടുത്തം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അവിശ്വസനീയമാണ്. പ്രത്യേകിച്ച് അത്രയും സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം ഇനി വേണ്ടതാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന്, അല്ലേ? അതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടതിൽ എന്ന് VS രഞ്ജിത്തിന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്നലെ ഉച്ചവരെ ഇവിടെ CT സ്കാൻ പ്രവർത്തനക്ഷമമായിരുന്നില്ല. അതിനുശേഷമാണ് MRI സ്കാനിങ്ങും CT സ്കാനും ഒക്കെ തുടങ്ങിയത്. ഉച്ചയോടുകൂടിയാണ് തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഈ പറയുന്ന തീപിടുത്തം ഈ പുക ഉയരുന്നത്. അതുപോലെ തന്നെയാണ് അവിടെ ഈ പുക ഉയരുന്നതിന് തൊട്ട് മുമ്പ് 3 തവണ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ഫെയിലിയർ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ഫെയിലിയറുമായിട്ട് ഇതിനെന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, അതല്ലെങ്കിൽ ഈ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട്, ഇതിപ്പോൾ 1.5 വർഷം മുമ്പ് സ്ഥാപിക്കപ്പെട്ട
ഉപകരണങ്ങളാണ്. ഈ ഉപകരണങ്ങളുടെ ക്വാളിറ്റി പരിശോധിക്കപ്പെടാൻ, പ്രത്യേകിച്ച് ആശുപത്രിയിലെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ സ്ഥാപിക്കുന്ന ഇത്തരത്തിലുള്ള ഡിവൈസുകളുടെ ക്വാളിറ്റി പരിശോധന നടത്തിയിട്ടുണ്ടോ, ആ ഡിവൈസുകളുടെ ക്വാളിറ്റിയാണോ ഇത്തരത്തിൽ സംഭവിക്കാൻ കാരണം, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആണോ? ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ ആ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കാനുള്ള കാരണം എന്താണ്? നേരത്തെ 4 തവണ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും അതായത് ഇലക്ട്രിസിറ്റി ഫെയിലിയർ ഉണ്ടാവുകയും ചെയ്തിട്ട് ഇത്തരത്തിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കാനുള്ള സാധ്യത ഇവിടുത്തെ ടെക്നിക്കൽ ടീം പരിശോധിച്ചില്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് 4 തവണ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ 4 തവണ കണ്ടിന്യൂസ് ആയി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടാൻ ഈ ഇലക്ട്രിസിറ്റി സംവിധാനത്തിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിരുന്നോ, ഇവിടുത്തെ കണക്ഷൻ എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാൻ നേരത്തെ സമയമുണ്ടായിരുന്നു. 4 തവണ ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട സമയത്ത് ഈ ഷോർട്ട് സർക്യൂട്ടിൻ്റെ കാരണങ്ങൾ ഉൾപ്പെടെ അവിടെ പരിശോധിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ അത്തരം സാധ്യതകളിലേക്ക് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ UPS റൂമിൽ നിന്ന് പുകയേറാൻ UPS ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങളുടെ അപാകതയാണോ എന്നൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഓക്കെ, VS രഞ്ജിത്ത്, ഞാൻ ഒന്ന് അഭിലാഷിലേക്ക് കൂടി പോയിട്ട് വരാം. അഭിലാഷ്, ഇപ്പോൾ അവിടെ ഈ ബന്ധുക്കൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? ഈ പരാതി പറഞ്ഞ ബന്ധുക്കൾ ആരെങ്കിലും അവിടെയുണ്ടോ? നമുക്ക് അവരുടെ പ്രതികരണം കൂടി ഒന്ന് കൊടുക്കാവുന്നതാണ്. മോർച്ചയുടെ മുന്നിൽ ഇപ്പോൾ VS രഞ്ജിത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവിടെ ഡ്യൂട്ടിക്ക് വരുന്നവർ മാത്രമാണ് ആ ഭാഗത്തുള്ളത്. എന്താണ് അവിടുത്തെ മറ്റുള്ള പ്രതികരണങ്ങൾ? എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ടോ? ഈ ഇവരുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ ആരും ഇവിടെ സംഭവ സ്ഥലത്തില്ല. കാരണം ഇന്നലെ രാത്രിയോട് കൂടി തന്നെ അവർ പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് രാവിലെ ഈ മെഡിക്കൽ ബോർഡ് യോഗം, അതായത് 10:30 കൂടിയാണ് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നത്. ഒരു പക്ഷേ ആ സമയത്തേക്കായിരിക്കും ബന്ധുക്കൾ അവിടേക്ക് എത്തുക എന്നാണ് അറിയുന്നത്. ഏതായാലും ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഈ മെഡിക്കൽ ബോർഡ് ഈ അധികൃതർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ രോഗത്തെ തുടർന്നുള്ള ഒരു മരണമായിരുന്നില്ല, പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നു. കാരണം ശ്വാസം മുട്ടിയും അതോടൊപ്പം തന്നെ പുക ശ്വസിച്ചുമാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചത് എന്നുള്ള ആരോപണമാണ് അവരുടെ ഭാഗത്ത് ഉയരേണ്ടത്. ആ കാര്യത്തിലാണ് ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ മറുപടി ലഭ്യമാകേണ്ടത്. ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ ഈ എഞ്ചിനീയർ വിഭാഗത്തിൻ്റെയും പരിശോധന അല്പസമയങ്ങൾക്കകം തന്നെ ആരംഭിക്കുമെന്നാണ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡിൻ്റെ അന്വേഷണം കൂടി നടക്കും. കാരണം ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച ആരോഗ്യമന്ത്രി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകൾ അല്പസമയങ്ങൾക്കകം തന്നെ നടക്കും. അതിൻ്റെ അന്വേഷണവും നടക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വിശദീകരണം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് ലഭ്യമാവൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ 7 നിലയിലുള്ള ഈ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്, ബന്ദോബസ്താക്കിയിരിക്കുകയാണ്. ഇവിടെയുള്ള രോഗികളെ ഇതിനകം തന്നെ മാറ്റിയിട്ടുണ്ട്. മറ്റ്